കൊമേഴ്സ് +2, ഹ്യൂമാനിറ്റീസ് +2 ഇതൊക്കെ കഴിഞ്ഞാൽ എന്തൊക്കെ കോഴ്സ് സെലക്ട് ചെയ്യാം? ഇതാണ് പൊതുവേ ആളുകൾ ചോദിക്കുന്ന ആ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ വളരെ പ്രധാനമായ കൺഫ്യൂഷൻ. നമുക്ക് എങ്ങനെ അങ്ങോട്ട് ഓടിച്ചു പോയാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്നോട് എടുത്തു നോക്ക്. നിങ്ങൾ എന്തായാലും BComഉം BBAയും ചെയ്യാം. അത് ഹ്യൂമാനിറ്റീസുകാർക്കും വേണമെങ്കിൽ ചെയ്യാം. ആകെയുള്ളൊരു കുഴപ്പം കുറച്ചൊരു അക്കൗണ്ട്സ് ഒന്ന് ഓക്കെ ആക്കണം എന്നുള്ളതേ ഉള്ളൂ. പ്രധാനപ്പെട്ട കോഴ്സാണിത്. ഈ ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ ഇക്കണോമിക്സും സോഷ്യോളജിയും സൈക്കോളജിയും വളരെ പ്രധാനപ്പെട്ട ഡൈവേഴ്സിറ്റിയുള്ള ബ്രാഞ്ചായിട്ട് ഡിഗ്രി പ്രോഗ്രാമായിട്ട് കാണാം. അപ്പോൾ തന്നെ 5 പ്രോഗ്രാമായി അല്ലേ? BCom, BBA, BA ഇക്കണോമിക്സ്, BA സോഷ്യോളജി, BSc ഓർ BA സൈക്കോളജി. ഇനി നമുക്ക് ബാച്ചിലർ ഓഫ് ഡിസൈനിങ് ചെയ്യാം. 2 കൂട്ടർക്കും നിഫ്റ്റും NIDയും IITയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈനിങ്ങും ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി FDDI ഫുഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഏരിയയിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. ഇനി AI ഇൻ്റഗ്രേഷൻ കൊണ്ട് ഡിസൈനിങ്ങിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അത് നമുക്ക് വേറെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് പോലുള്ള ഒരു നീണ്ട നിര തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. LLB, BBA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BA LLB ഉണ്ട്. പ്രത്യേകിച്ച് ലിറ്റിഗേഷനിൽ, ജുഡീഷ്യറിയിൽ, ദെൻ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് ലീഗൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് മാറാൻ പറ്റുന്ന ഒരു സ്പെഷ്യലൈസേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിൽ ഒരു നീണ്ട നിര തന്നെ കിടപ്പുണ്ട്. അതിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കുറച്ചുകൂടി എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ എടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക്, VFXിലേക്ക്, അത്തരം മേഖലകളിലേക്ക് നമുക്ക് മാറാം. അപ്പോൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പൊതുവേ ചാർട്ടേഡ് പ്രോഗ്രാമുകൾ, സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള പ്രോഗ്രാമുകൾ നിലക്ക് CA, CMA ആൻഡ് CS, ACCA പോലുള്ള പ്രോഗ്രാമുകളും ഈ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാർക്ക് പോകാവുന്നതാണ്. ഹ്യൂമാനിറ്റീസുകാർ പോകുമ്പോൾ റിലേറ്റീവ്ലി കമ്പനി സെക്രട്ടറി CS കുറച്ചുകൂടി നന്നാവാൻ സാധ്യതയുണ്ട് റിലേറ്റീവ്ലി. കാരണം ഈ CAയും CMAയും വരുമ്പോൾ കുറച്ചുകൂടി അക്കൗണ്ട്സ് ഓറിയൻറ്റാണ്. അപ്പോൾ അക്കൗണ്ട്സ് നിങ്ങൾ സ്വതന്ത്രമായിട്ട് വേറെ തന്നെ പഠിച്ച് പരിശീലിച്ച് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റീസുകാർക്ക് അതിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോവാം. ഇതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ്. പൊതുവേ നമ്മൾ കൊമേഴ്സ് പറയുമ്പോൾ BComഉം BBA ആണ് പറയുക. അതിലേതാണ് നല്ലതെന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ കൂടുതലും BComൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ ഒരു കാരണം ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട് എന്നതിന് പുറമെ BBA എടുത്താലും MBAക്ക് പോകാം, BCom എടുത്താലും MBAക്ക് പോകാം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അഡീഷണൽ സ്കിൽസ് കൂടുതൽ വരുന്നത് BComലല്ലേ. അതുകൊണ്ട് BCom ആ അർത്ഥത്തിൽ കാണാം. പൊതുവേ നമ്മൾ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പണിങ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ സംസാരിക്കുന്ന ഒന്ന് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഓറിയൻറ്റഡും, മറ്റൊന്ന് നമ്മൾ സാധാരണ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിങ്ങും ബിസിനസ് സ്റ്റഡീസ്. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു ഫീൽഡ് ഉണ്ട്. അതെന്താണെന്നറിയോ? നമുക്ക് വേണമെങ്കിൽ ഒരു ഫിനാൻസ് കൺട്രോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലക്ക് വേണമെങ്കിൽ BComഉം BBA കഴിഞ്ഞ് MBA ഫിനാൻസോ MFC മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോളോ CA CMA പോലുള്ള കോഴ്സുകൾ, ACC പോലുള്ളത് കഴിഞ്ഞിട്ട് ഒരു ഫിനാൻഷ്യൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വെച്ചാൽ ഓഡിറ്റർമാർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയുടെ ഒരു പ്രോസസ്സ്, ഒരു സ്ട്രാറ്റജി, പ്രോസസ് ഫ്ലോ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റജിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യാം. അതിന് CA തന്നെ വേണമെന്നില്ല. ദെൻ CA ചെയ്തവർക്കും ചെയ്യാം, ദെൻ MBA ഫിനാൻസ് എടുത്തവർക്കും ചെയ്യാം. ഇതിനപ്പുറത്തേക്ക് ആരും ശ്രദ്ധിക്കാത്ത MFC, MFA, MFM പോലുള്ള കോഴ്സുകൾ കൊണ്ടും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷുറൻസും ബാങ്കിങ്ങും, ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റും, ദെൻ ഷെയർ ബ്രോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റീസ് മാർക്കറ്റിലൊക്കെ, റൂറൽ മാനേജ്മെൻറ്റിൽ രസകരമായ ഓപ്പണിങ്സും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട് ഇന്ത്യയിൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് കൊടുക്കുന്ന ഫോറിൻ ട്രേഡിലെ MBA പ്രോഗ്രാം, ദെൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്നുള്ള പേരിൽ ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന വളരെ രസകരമായ ഒരു പ്രോഗ്രാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് IRMA ആനന്ദ് കൊടുക്കുന്ന പ്രോഗ്രാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കുന്ന പോർട്ട്ഫോളിയോ, സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഷെയർ ബ്രോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ, ഏവിയേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട HAL കൊടുക്കുന്ന പ്രോഗ്രാമുകൾ, ഇതെല്ലാം BComഉം BBAയും കഴിഞ്ഞിട്ട് വളരെ വൈവിധ്യപൂർണ്ണമായിട്ട് രസകരമായിട്ട് പിച്ച് ചെയ്യാൻ പറ്റുന്ന, ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ്. ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖല എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ
കടൽ പോലെ കിടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു ഗ്രൂപ്പാണ് IHM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. 71-ലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 11,000-ലധികം സീറ്റുകൾ, അതിൽ തന്നെ 12ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം പാർട്ട് ടൈം ജോലി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റിലേക്ക് വരുന്നു. ദെൻ ഏവിയേഷൻ കമ്പനികളിൽ, വലിയ റിസോർട്ടുകളിൽ, ഹോട്ടൽ ശൃംഖലകളിലൊക്കെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരു പ്രത്യേകത. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടത് അതിനൊരുപാട് പട്ടും പരവതാനിയും വിരിച്ച് തരുന്ന ഒരു ഏരിയ അല്ല. കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് പോകാൻ. ട്രാവൽ ആൻഡ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഏവിയേഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. മാനേജ്മെൻറ്റ് മാത്രം എടുത്താൽ നോക്ക് 70-ലധികം സ്പെഷ്യലൈസേഷനാണ് ഇന്ത്യ അലോൺ. അത് കൊമേഴ്സ് കഴിഞ്ഞ ആൾക്കും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആൾക്കും, ഇപ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസിൽ സൈക്കോളജി കഴിഞ്ഞ ആൾക്ക് നമുക്ക് വേണമെങ്കിൽ HR-ലേക്ക്, ഓർഗനൈസേഷൻ സൈക്കോളജി വഴി HR മാനേജ്മെൻറ്റിൻ്റെ വൈവിധ്യത്തിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറാം. ദെൻ അതുപോലെ ഇക്കണോമിക്സ് എടുത്ത ആളുകൾക്ക് ഫിനാൻസിലേക്കും മാനേജ്മെൻറ്റിൻ്റെ മറ്റ് സ്പെഷ്യലൈസേഷനുകളിലേക്കും മാറാം. മാനേജ്മെൻറ്റ് കോർ എന്ന് പറയുന്നത് ശരിക്ക് ഫിനാൻസും മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസും ഓപ്പറേഷൻസും HR-ഉം ആണ്. HR ആസച്ച് എടുക്കുന്നതിന് പകരം ഈ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ എടുത്ത് ആഡ് ഓൺ ചെയ്തു പോകുന്നതായിരിക്കും പൊതുവേ നന്നാവുക. ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വൈവിധ്യങ്ങളുടെ ഒരു മേഖല തന്നെ നമുക്ക് കാണാം. പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് ഇൻ്റർനാഷണൽ റിലേഷൻ, ഫാർ ഈസ്റ്റേൺ, മിഡിൽ ഈസ്റ്റേൺ, നിയർ ഈസ്റ്റേൺ, ഡിപ്ലോമാറ്റിക് സ്റ്റഡീസിലേക്കൊക്കെ പോവാം. ദെൻ അതുപോലെ ഹിസ്റ്ററി എടുത്താൽ ആർക്കിയോളജി, ഇമ്മ്യൂണോളജി, ദെൻ അതുപോലെ തന്നെ മ്യൂസിയോളജി പോലുള്ള പ്രോഗ്രാംസ്. ആ പ്രോഗ്രാമുകൾ എടുക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് പോകുന്ന ആളുകളായിരിക്കണം. പൊതുവേ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റീസ് പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഒരു ഓൾട്ടർനേറ്റീവ് കരിയർ സെറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ സിവിൽ സർവീസ് ഫിക്സ് ചെയ്യേണ്ടത്. UN-ലെ ഒരുപാട് നെറ്റ്വർക്കുകളുടെ കൂട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു നെറ്റ്വർക്ക് സോഷ്യോ ഡെവലപ്മെൻറ്റൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഡെവനറ്റ് ആണ്. മറ്റൊന്ന് മാനേജ്മെൻറ്റ് നെറ്റ്വർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന മാഗ്നറ്റ് ആണ്. ഇവർക്കൊക്കെ ഈ ഒരു മേഖലയിലൊക്കെ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ നല്ലൊരു ശതമാനവും ഹ്യൂമാനിറ്റീസും കൊമേഴ്സുകാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്നുള്ളത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് വളരെ ചെറിയ കോഴ്സുകളൊക്കെ പഠിച്ച് ജോലി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന നിലക്ക് കൊമേഴ്സ് ആ അർത്ഥത്തിൽ ഓപ്പണിങ്സ് ധാരാളമുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് ഹ്യൂമാനിറ്റീസിലെ ഇക്കണോമിക്സ് കൊണ്ടും സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്നത് മനസ്സിലാക്കുക. ലിബറൽ ആർട്സ് പോലുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻ എടുത്ത് മേജറും മൈനറും വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചുകൊണ്ട് കമ്പൈൻ ചെയ്യാം എന്നത് ലിബറൽ ആർട്സുകളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അത്തരം കോഴ്സുകളെ കുറിച്ചൊരു ധാരണയൊക്കെ ഉണ്ടാക്കുക. സോഷ്യൽ വർക്ക്, സൈക്കോളജി വെച്ചുകൊണ്ടുള്ള കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് കേവലം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് മാത്രമല്ല, ലേണിംഗ് ഡിസബിലിറ്റി, സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ആഡ് ചെയ്ത് ഒരു ലേണിംഗ് തെറാപ്പിസ്റ്റോ അല്ല ലേണിംഗ് പ്രാക്ടീഷണറൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം എന്നത് മനസ്സിലാക്കുമ്പോൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സിൻ്റെ ഈ വൈവിധ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ല കോഴ്സ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.